പേടിക്കണ്ട മോളെ, എല്ലാം ശരിയാവും. ഇതാമ്മേ. മോള് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഇതങ്ങ് കുടിക്കും. പാർവതി, ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, എന്റെ വയറുവേദന മാറി. സർ, എന്റെ വയറുവേദന പൂർണ്ണമായിട്ടും മാറി. അമ്മ ആരാ? മോനെ, ഉദയന്നൂർ അമ്മയുടെ പ്രസാദം ഒരിക്കലും വിഷമാകില്ലെന്നറിയുക. മോനുള്ളൊരു വലിയ സമ്മാനം നിങ്ങൾ ഉറങ്ങുന്ന ഈ വീടിന്റെ പുറത്തുള്ള മരത്തിൻ ചുവട്ടിൽ വച്ചിട്ടുണ്ട്. സർ, അമ്മ അപ്പോ വന്നത് ഉദയനൂരമ്മയാണ് സർ. അമ്മേ, മഹാമായി കോടി കോടി പ്രണാമം. ഈ ഉള്ളവളുടെ ജന്മം സഫലമായി. പാർവതി, വിപിൻ സാറേ. എന്താ പല്ലവി? വിപിൻ സാറേ, ഒരു കുഞ്ഞിന് വേണ്ടി 2 വർഷം കാത്തിരിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. പല്ലവി, 2 വർഷം വെയിറ്റ് ചെയ്തേ മതിയാവൂന്ന് ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ? 2 വർഷത്തിനുള്ളിൽ താൻ പ്രസവിച്ചാൽ അത് തന്റെയും കുഞ്ഞിന്റെയും ജീവന് ആപത്താവൂന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? 2 വർഷം കഴിയാതെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കരുതെന്ന് ഡോക്ടർ കർശനമായിട്ട് പറയുമ്പോ നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? തന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. വേണ്ട, എന്റെ ജീവൻ വെച്ചുള്ളൊരു പരീക്ഷണത്തിന് നിൽക്കണ്ട. അങ്ങനെ ഒരു പരീക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ താൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു ഗർഭപാത്രം വാടകയ്ക്ക് എടുത്താലോ സാറേ? അങ്ങനെയും സാറിന്റെ ചോരയില് ഒരു കുഞ്ഞിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാലോ. ഇവളാള് കൊള്ളലോ. എന്താ സാറേ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് നല്ല ഐഡിയ അല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാകാത്ത? എനിക്ക് അതിനോട് താല്പര്യമില്ല. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു മതി. അത് പറ്റില്ല. എനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണം. പല്ലവി, നീ വെറുതെ നിർബന്ധം പിടിക്കണ്ട. ഒരു വാടക ഗർഭപാത്രത്തിനൊന്നും ഞാൻ തയ്യാറല്ല. അതിന് വിപിൻ സാറ് തയ്യാറായേ മതിയാകൂ. ദേ, നമ്മൾ തമ്മിൽ ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. എന്റെ തീരുമാനം തന്നെയാ. നിനക്കൊരു കുഞ്ഞിനെ ലാളിക്കാൻ അത്ര തിടുക്കുവാണെങ്കിൽ പാർവതി പ്രസവിക്കുമ്പോ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിന്റെ ലാളിക്കാലോ. എനിക്ക് കുഞ്ഞിനെ ലാളിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് അവകാശപ്പെട്ട സ്വത്തുക്കള് നമുക്ക് തന്നെ കിട്ടണം. അതിന് നമുക്കൊരു കുഞ്ഞ് ജനിക്കണം. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ വാശി പിടിക്കുന്നത്. പല്ലവി, നിന്റെ ഈ അതിമോഹം നടക്കില്ല. അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. 2 വർഷം കഴിഞ്ഞിട്ടേ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇന്നലെ രാത്രി വന്നത് ഉദയന്നൂരമ്മ തന്നെയാ. അമ്മയുടെ ഒരു ദർശനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അത് സാധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ആഗ്രഹം ദേവി നിറവേറ്റി തന്നല്ലോ. ഈ സന്തോഷ വാർത്ത മുത്തശ്ശനോടും അമ്മയോടും പറയണം. അവർക്കും ഇത് വലിയ സന്തോഷമാവും. ഏറ്റവും സന്തോഷമാവുന്നത് മുത്തശ്ശന് തന്നെയായിരിക്കും. മുത്തശ്ശനാണല്ലോ എന്നിൽ ദേവി ഭക്തി വളർത്തിയത്. മുത്തശ്ശൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്,
എന്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെടുമെന്ന്. ഇപ്പോ ആ വാക്കുകൾ അച്ചട്ടായല്ലോ. പാർവതി, ഗാർഗി, ഗാർഗി, പാർവതി, നീ ഇതെവിടെ പോയിട്ട് വരുന്നു? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരികയായിരുന്നു പാർവതി. ഞാനും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാ. പിന്നെ ഇന്നലെ രാത്രി ഒരു വലിയ അത്ഭുതം ഉണ്ടായി. അത്ഭുതോ? എന്തത്ഭുതം? ഇന്നലെ രാത്രി ഉദയന്നൂരമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഉദയന്നൂരമ്മ വീട്ടിൽ വന്നിരുന്നോ? ഉം. നീ പറയുന്നത് സത്യമാണോ? ഗാർഗി, അമ്മയുടെ കാര്യത്തില് ഞാൻ തമാശ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ തോന്നൽ വല്ലതും ആണോന്നാ. ഒരു തോന്നലും അല്ല. ഇന്നലെ രാത്രി ഉദയന്നൂരമ്മ നേരിട്ട് വന്നത് ഞാനും വിശാൽ സാറും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ. അല്ല, അമ്മ വന്നു എന്ന് പറയുമ്പോ എങ്ങനെയാ വന്നേ? നീ ഒന്ന് തെളിച്ച് പറയുന്നേ. ഇന്നലെ രാത്രി ഞാനും വിശാൽ സാറും കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങി കുറെ കഴിയുമ്പോ ഏതാണ്ട് ഒരു പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. അന്നേരം എനിക്ക് ഭയങ്കര വയറുവേദന, താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയായിരുന്നു. ഞാൻ കരുതിയത് ഞാൻ ചത്തുപോകുന്ന അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കിടന്ന് നിലവിളിച്ചു. എന്റെ നിലവിളി കേട്ട് വിശാൽ സാറ് ഉറക്കത്തിന്ന് എഴുന്നേറ്റു. എന്റെ വേദനയും നിലവിളിയൊക്കെ കണ്ട് വിശാൽ സാറ് ശരിക്കും ഭയപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാന്നും പറഞ്ഞ് വിശാൽ സാറ് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു. അന്നേരം വാതിൽക്കൽ ഒരു മുത്തശ്ശി. മോള് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഇതങ്ങ് കുടിക്കും. പാർവതി, ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ ദേവി മുത്തശ്ശിയുടെ രൂപത്തിൽ വന്ന് മഞ്ഞൾ വെള്ളം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയേനെ. ദേവി, നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ. നീ ബ്രോയും ഭാഗ്യം ചെയ്തവരാ. ഇതുപോലെ എന്റെ വിഷമങ്ങളും ദേവി കണ്ടാ മതിയായിരുന്നു. നിന്റെ വിഷമവും ദേവി കാണും ഗാർഗി. എന്ന്? എപ്പോ കാണും? അധികം വൈകാതെ തന്നെ അതുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അല്ല, ഇപ്പൊ എന്താ അവിടെ പുതിയ പ്രശ്നം? പ്രശ്നം പഴയത് തന്നെ. വിനയ്ക്ക് പ്രിയയോടുള്ള അടുപ്പം കൂടുന്നതല്ലാതെ അവൻ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേയില്ല. ഞാൻ വിനയോട് എന്റെ പ്രയാസങ്ങൾ പലവട്ടം തുറന്നു പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഒരു അകലം ഉണ്ടാക്കിയത് അമ്മയുടെ കുത്തിത്തിരിപ്പാണെന്ന് ഞാൻ ആവർത്തിച്ച് അവനെ ബോധ്യപ്പെടുത്തി. പക്ഷെ അവൻ ഇതൊന്നും ചെവിയിൽ കയറുന്നതേയില്ല. ഞാൻ കരഞ്ഞു കേണപേക്ഷിച്ചിട്ടും വിനയ് മനഃപൂർവ്വം എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുക. വിനയ് പറയുന്നതേ ഈ ജന്മത്തിൽ ഇറക്കി വിടുമെന്ന് അവൾ ആ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. നിന്നെ കാണുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതിയിരിക്കുമായിരുന്നു.
പറയ്, പാർവതിയും ബ്രോയും ഇറങ്ങിപ്പോയതിന്റെ പിന്നിൽ അവളുടെ കൈയുണ്ടോ? പറയ് പാർവതി. സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ നീ പ്രഭാവതി അമ്മയ്ക്ക് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തത്? അതോ റിയ നിന്നെ കുരുക്കിയിട്ട് സ്വത്തുക്കൾ നിന്നെ കൊണ്ട് പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുപ്പിക്കുകയായിരുന്നോ? പാർവതി, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയും. അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഗാർഗി. അപ്പോ നീ അവിടുന്ന് സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങാൻ വേണ്ടി റിയ എന്തോ ചെയ്തിട്ടുണ്ട്. നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റത്തിന്ന് എനിക്കതാ മനസ്സിലാവുന്നേ. നീ എന്നോടിപ്പോൾ അതേക്കുറിച്ചൊന്നും ചോദിക്കരുത് ഗാർഗി. എനിക്ക് അതിനുള്ള മറുപടി പറയാൻ പ്രയാസമുണ്ട്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇനി ഞാനത് ചോദിക്കുന്നില്ല. നിനക്ക് വിഷമായോ? പാർവതി, നീ അവിടെ നിന്ന് ഒന്നും ഇല്ലാത്തവളെ പോലെ ബ്രോയ്ക്കൊപ്പം ഇറങ്ങിപ്പോയതാ എന്റെ ഏറ്റവും വലിയ വിഷമം. ആ സങ്കടം നിങ്ങൾ തിരികെ വീട്ടിലെത്താതെ സ്വത്തുക്കൾ പ്രഭാവതിയമ്മയിൽ നിന്നും നിനക്ക് തന്നെ തിരികെ കിട്ടാതെ എനിക്കത് മാറില്ല. നിന്നെ ഇറക്കി വിട്ടതുപോലെ ഒന്നുമില്ലാതെ എന്നെ ഇറക്കി വിടുമെന്ന് റിയ വെല്ലുവിളിച്ചപ്പോ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. നിന്റെ ഈ ചോദ്യത്തിന് അധികം വൈകാതെ തന്നെ മറുപടി ഉണ്ടാവും ഗാർഗി. അന്നേരം ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയും. പാർവതി, നീയും ബ്രോയും ഉടനെ അവിടേക്ക് തിരിച്ചു വരണം. വന്നേ തീരൂ. അതിനുള്ള മാർഗം നീ കാണണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അതിന് സാധിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഞങ്ങള് മടങ്ങി വരും ഗാർഗി. പാർവതി, നിന്നെ ഞാൻ അവിടെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നീ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് ഞാനാ. നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ പ്രയാസങ്ങളെല്ലാം നിന്നോട് എനിക്ക് നേരിട്ട് തന്നെ പറയായിരുന്നു. എനിക്ക് നീ വലിയൊരു ആശ്വാസമായിരുന്നല്ലോ. ഇതിപ്പോ എനിക്കൊന്നും മിണ്ടാൻ പോലും അവിടെ ആരുമില്ല. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഗാർഗി. എനിക്ക് ആ റിയയെ വിനയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടണം. അല്ലാതെ യാതൊരു മനസ്സമാധാനവും ഉണ്ടാവില്ല. വിനയിപ്പോ കീ കൊടുക്കുന്ന പാവയെ പോലെ അവള് പറയുന്നതെല്ലാം അനുസരിച്ച് അവളുടെ പിന്നാലെ നടക്കുക. അത് അവസാനിപ്പിക്കണം. റിയെ അവിടെ നിന്നും അടിച്ചു കളഞ്ഞിട്ട് വിനയെ എനിക്ക് എന്റേതാക്കി മാറ്റണം. അതൊക്കെ സാധിക്കും ഗാർഗി. റിയെ നമുക്ക് അടിച്ചോടിക്കാം. പക്ഷെ എങ്ങനെ? അവക്കിനി അവിടെ സ്വസ്ഥത ഉണ്ടാവരുത്. ഒന്നിനു പുറകെ ഒന്നായി അവക്ക് പണി കൊടുത്തോണ്ടേയിരിക്കണം. എന്തു പണി കൊടുക്കും? താലി കെട്ടിയ ഭാര്യയ്ക്കും എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്നവൾക്കും പിന്നിൽ എന്താണ് വ്യത്യാസമെന്ന് വിനയ്ക്ക് തെളിയിച്ചു കൊടുക്കണം. ജീവിത അവസാനം വരെ ഗാർഗി മാത്രമേ വിനയ്ക്കൊപ്പം കാണൂന്ന് വിനയനെ ബോധ്യപ്പെടുത്തണം. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നീ അതൊന്ന് എനിക്ക് പറഞ്ഞതാ. ഗാർഗി, റിയ നീ കരുതുന്നതിലും വലിയ ക്രിമിനലാ. വിനയെ അവൾ കാമുകനാക്കി വച്ചിരിക്കുന്നതിനോടൊപ്പം അവൾക്ക് മറ്റൊരു കാമുകനും കൂടിയുണ്ട്. അതാരാ ആ കാമുകൻ? പറയാം. നീ ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവളുടെ കാമുകനെ തെളിവോടെ വിനയ്ക്ക് കാണിച്ചു കൊടുക്കണം. ശരി പാർവതി, നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യും. നമുക്ക് നോക്കാം. നീ ചെല്ല്. ഇനിയും സംസാരിച്ച് നിന്നാ നീ ക്ഷേത്രത്തിലെത്താൻ വൈകും. ശരി. പാർവതിയുടെ ഉപദേശം അനുസരിച്ച് വേണം ഇനിയുള്ള എൻ്റെ ഓരോ നീക്കവും. റിയയുടെ യഥാർത്ഥ സ്വഭാവം വിനയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് റിയയെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. അതിനി അധികം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല.
ഫോണിൽ സംസാരിച്ചത് ഇവള് കേട്ടിട്ടുണ്ടാവോ? കേട്ടാൽ അതെനിക്ക് പണിയാവുമല്ലോ. ആ അതെ, ഞാൻ പിന്നീട് വിളിക്കാം. നീ എന്താ ഇവിടെ? എന്താ? ഞാനിവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് മുഴുവൻ നീ ശ്രദ്ധിക്കായിരുന്നില്ലേ? ഞാനെന്തിനു നിന്റെ ഫോൺ സംഭാഷണം ഓവർഹിയർ ചെയ്യണം? അപ്പോ ഞാൻ കണ്ടതോ? അതൊക്കെ നിന്റെ തോന്നലുകളാ. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ അഹങ്കാരം കൂടി വരിക. അതിന് നിനക്കെന്താ? ഞാൻ അഹങ്കരിക്കുന്നതേ നിന്റെ വീടിനകത്തോ നിന്റെ സ്വത്തുക്കളിലോ കയറി നിന്നിട്ടല്ലല്ലോ. ഇതേ എന്റെ ഭർത്താവ് എന്നെ താലി കെട്ടിക്കൊണ്ടുവന്ന എന്റെ വീടാ. ഞാൻ ഈ വീട്ടിലെ മരുമകളാ. അപ്പോ അതിൻ്റെതായ അഹങ്കാരം എനിക്കിവിടെ കാണിക്കാം. അല്ല, ഞാൻ എന്ത് അഹങ്കാരം കാണിച്ചു എന്നാ നീ പറയുന്നേ? എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഗാർഗി, നിന്റെ അഹങ്കാരമൊന്നും എന്നോട് വേണ്ട. റിയ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഭ്രാന്ത് പിടിപ്പിച്ച അതിന്റെ അപകടം നിനക്ക് തന്നെ ഉണ്ടാവുക. നീ എന്താ എന്നെ ഭയപ്പെടുത്തുവാണോ? നിന്നോട് തർക്കിക്കാൻ നിന്നാ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. നീ പോയി എനിക്കൊരു ചൂട് കോഫി എടുത്തോണ്ട് വാ. എന്താ? എങ്ങനെ എങ്ങനെ? പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരു കോഫി എടുത്തോണ്ട് വരാൻ. ഓ, കോഫി. അത് ഞാൻ എടുത്തിട്ട് വരണോ അല്ലേ? നീ എന്താ എന്നെ കളിയാക്കാണോ? അപ്പോ കുട്ടിക്ക് കാര്യങ്ങൾ പിടികിട്ടി. ടീ, മര്യാദയ്ക്ക് പോയി കോഫി എടുത്തിട്ട് വാ. അതിനെ എനിക്ക് സൗകര്യമില്ല. നീ കൽപ്പിക്കുമ്പോ നിനക്ക് വേണ്ടി കോഫിയും ചായയും കൊണ്ടുവരാനൊന്നും അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോ നീ കരുതിക്കൂട്ടി തന്നെയാണ്. അതെ, അങ്ങനെ തന്നെ. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു നിന്ന കാലമൊക്കെ കഴിഞ്ഞുറിയ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം. അനുസരിച്ചേ മതിയാവും. നിന്റെ ഓർഡർ ഇടലൊന്നും എന്നോട് വേണ്ട. അതൊക്കെ നീ നിന്റെ കുടുംബത്തിൽ പോയി അവരോട് പറഞ്ഞാ മതി. അവരോട് മതി നിന്റെ കൽപ്പന. ഞാനല്ല ഇവിടുത്തെ വേലക്കാരി, നീയാ എന്റെ ഭർത്താവിന്റെ ജോലിക്കാരി. അതുകൊണ്ടേ നീ ആ സ്ഥാനത്ത് നിൽക്കണം. വെറുതെ എന്നെ ഭരിക്കാൻ വരരുത്. ഡേ, നിന്റെ കയ്യൊക്കെ എന്നോട് കാണിക്കരുത്. ഇങ്ങോട്ട് തല്ലിയ അതിന്റെ ഇരട്ടിയായി ഞാൻ നിനക്ക് തിരികെ തരും. വിനയ് ഇങ്ങോട്ട് വരട്ടെ. നിന്നെ അവൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തോട്ട് തള്ളുന്നത് ഞാൻ കാണിച്ചു തരാം. വിനയ് വരട്ടെ. എനിക്കും നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ വിനയോട് പറയാനുണ്ട്. നീ എന്താ വിനയോട് പറയാൻ പോകുന്നേ? അതൊക്കെ അറിയേണ്ട നേരത്തെ നീ അറിഞ്ഞാ മതി റിയ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാ വിനയ് ഇറക്കി വിടുന്നത് നിന്നെ ആയിരിക്കും. അതൊക്കെ നിന്റെ വെറും മിഥ്യാധാരണകളാ ഗാർഗി. എനിക്കെതിരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് കാണാം. ഒന്നും കാണാനില്ല. വിനയ് നിന്നെ അവന്റെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ലല്ലോ. ആ നേരമാണോ നീ എന്റെ ഏഷണികളുമായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്? ചെല്ല് ചെല്ല്. അവനിൽ നിന്ന് കിട്ടാനുള്ളത് കൂടി നീ വാങ്ങിപ്പിടി. നിന്റെ മായാവലയത്തിലായിരുന്നതുകൊണ്ടാ വിനയ് എന്നെ അവഗണിച്ചേ. ആ മായാവലയം തകർക്കാനുള്ള മാർഗം എന്റെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട് റിയ. സത്യം സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരും. വിനയുടെ മുന്നിൽ കള്ളങ്ങൾ കൊണ്ട് നീ പണിതു വെച്ചിരിക്കുന്ന ചീട്ടുകൊട്ടാരങ്ങളെല്ലാം പൊളിഞ്ഞ് നിലംപരിശാവും. ശരി ശരി, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്. ഞാൻ വിനയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന പെണ്ണ. അതുകൊണ്ട് തന്നെ ദൈവം എന്നോടൊപ്പം. അതുകൊണ്ടാ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള മാർഗങ്ങൾ എന്റെ മുന്നിൽ തെളിയിച്ചു തന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ നിനക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്തോ. ചെയ്യാനുള്ളത് നീ ചെയ്ത് കാണിക്ക. അല്ലാതെ എന്റെ മുന്നിൽ നിന്നിങ്ങനെ പ്രസംഗിക്കണ്ട.
നിർത്തി, ഞാൻ നിർത്തി. പക്ഷേ നീ ഒന്നോർത്തോ, ഈ വീട്ടിലുള്ള നിന്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. അവൾ എന്തൊക്കെയോ അർത്ഥം വെച്ചാണല്ലോ സംസാരിച്ചത്. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള എന്ത് മാർഗം അവൾക്ക് കിട്ടിയത്? ഇനി ജിത്തിനും ഞാനും തമ്മിലുള്ള ബന്ധം ഇവൾ അറിഞ്ഞിട്ടുണ്ടാവോ? അത് വിനയെ അറിയിക്കുമെന്നാണോ ഇവൾ പറഞ്ഞതിൻ്റെ പൊരുൾ? ജിത്തിനും ഞാനും തമ്മിലുള്ള ബന്ധം വിനയെ അറിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ. അഥവാ ഇവൾ ഇതാണ് വിനയുടെ ചെവിയിൽ എത്തിക്കുന്നതെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും?